സോ എല്ലാവർക്കും ബ്രോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ മച്ചമ്മരെ നമ്മളിന്ന് റിയാക്ട് ചെയ്യുമാണ് ബാങ്കർ ഫ്രം തമിഴു എന്ന് പറയുന്ന ഒരു സിനിമേൻ്റെ ടീസറാണ്. സോ ടീസറാണ്, ട്രെയിലറാണ്. സോ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. ഇത് ഈ ഒരു പടത്തിൻ്റെ മെയിനായിട്ട് റിയാക്ട് ചെയ്യാനുള്ള റീസൺ വേറെ ഒന്നുമല്ല. ഇത് നമ്മൾ വാരിസൊക്കെ റിയാക്ട് ചെയ്ത വാരിസൊക്കെ ഇറക്കിയ അതേ പ്രൊഡക്ഷൻ ടീമിൻ്റെ ഒരു മൂവിയാണ്. സോ എന്തായാലും നമുക്കിതിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. എന്തായാലും ജൂലൈ 4 സിനിമ ഇറങ്ങുന്നത്. ഇതൊരു തെലുങ്ക് ട്രെയിലറാണ്, തെലുങ്ക് മൂവിയാണ്. సో എന്തായാലും നമുക്ക് നോക്കാം. ఓకే నాయిగా తను చనిపోవడానికి రెడీగా ఉంది కానీ ఓకే తెలంగాణ ఉండవు అమ్ముకుందాం అనుకుంటే క్యాప్షన్ వల్ల ఉండవు అనుకుంటారు. చేసిన తప్పు వల్ల ఆవిడిచ్చిన మాట నిలబెట్టుకోలేకపోయింది. ఏదో పొలిటికల్ డ్రామాണെന്നാണ് തോന്നുന്നത്. ఇప్పుడు ఆ మాట నిలబెట్టే ఛాన్స్ వచ్చింది. జై హింద్ అല്ല జై ఇండియా సారీ నిలబెడతా. డైరెక్టర్ ఆఫ్ ఎంపీఏ అంబరగొడుగు. ఇక్కడికి రావాలన్నా వెళ్ళాలన్నా ఒకటే దారి. ఓ కొలాలా ఎడిటర్ కన్నుండి ఒక్క అడుగు కూడా బయటికి తీయలేరు. ఏది ఏదైనా సరే మొదట మీరు ఊరు నుండి దూరంగా వెళ్ళండి. ఓకే దో തെലുങ്കിൽ പറഞ്ഞു മനസ്സിലായില്ല. അത് ഷോർട്ടാണല്ലോ, DOP കൊള്ളാമല്ലോ. ప్రపంచానికి ప్రేమతో చెప్తే అర్థం కాదు, అదే వైలెన్స్తో చెప్తే നൈസ്. എന്താ VFX വർക്ക് കുറച്ചുകൂടെ നല്ലപോലെ നോക്കാത്തത്? వాళ్ళు ఎట్టి పరిస్థితుల్లో బయటికి రావడానికి వీల్లేదు. యూ విల్ సీ మాస్ డెత్స్. ఈ ప్రాంతం అంతా శ్మశానంలో మారుతుంది. మాట పోయి మనిషి బతికినా మనిషి పోయినట్టే లెక్క. ആ ഷോട്ടൊക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. കൈതി അല്ല കൈതി അല്ലല്ലോ, മെറസൽ మనిషి బతుకున్నట్టే లెక్క. ഒത്തിരി സിനിമകളുണ്ട് ഈ ഷോട്ട്. വായി കത്തി അടിച്ചു പിടിക്കണം. ഫിലിം ബൈ ശ്രീരാം വേണു. ഓക്കെ സം ലവ് സീൻസ്. నువ్వు ఎప్పటికీ ఆవిడతో తమ్ముడు అనిపించుకోలేవు. സിനിമയുടെ പേരെന്തിനായിരുന്നു? ബാങ്കർ എന്നാണോ? 4 ജൂലൈ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആസ് യൂഷ്വൽ സാധാ ഒരു ഒരു എനിക്ക് ഞാൻ ഇപ്പം തന്നെ നിങ്ങൾക്ക് മിക്കവാറും എൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ല, എന്താ പറയുക, ഒരു ആർച്ചറിയാണ് പുള്ളിക്കാരൻ്റെ നാട്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ വിസിറ്റ് ചെയ്യണ നാട്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ വിസിറ്റ് ചെയ്യുമ്പോൾ സ്നേഹിക്കുന്ന പെണ്ണുള്ള നാട്. ആ ഒരു നാട്ടിൽ എന്തെങ്കിലും പെട്ടെന്നൊരു അറ്റാക്ക് വരുന്നു. ആ അറ്റാക്കിൽ നിന്നും പുള്ളിക്കാരി ക്ലോസ് ആയിട്ടുള്ള കുട്ടീനെ വല്ല അറ്റാക്ക് ചെയ്യുന്നു. ആ കുട്ടീനെ രക്ഷിക്കാനായിരിക്കാൻ ചാൻസ് കൂടുതൽ. സ്വന്തം പ്രത്യേകിച്ച് സിനിമയെ പറ്റി എനിക്കൊന്നും പറയാനില്ല. സംഭവം ആസ് യൂഷ്വൽ ഞാനൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല, കാരണം ഞാൻ ഈ സിനിമ കാണാൻ പോകുന്നില്ല. ഞാൻ ചുമ്മാ റിയാക്ട് ചെയ്ത വേറെ ഒന്നുമില്ല. നമ്മളെ വാരിസ് ഇത് ചെയ്ത ടീമിൻ്റെ മൂവി ആയതുകൊണ്ട് തന്നെ എനിക്ക് സജഷനിൽ വന്നു. ഇപ്പോൾ ഒന്നും നോക്കണ്ട, ചുമ്മാ എടുത്ത് റിയാക്ട് ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചു. സോ ആസ് യൂഷ്വൽ ട്രെയിലർ കുഴപ്പമില്ല, പക്ഷേ പടം വരുമ്പോൾ അറിയാൻ പറ്റും. ഇവരെ തന്നെ ഒരു മൂവി ഉണ്ട്, മറ്റേ നമ്മളെ സമന്തേനൊക്കെ നായിക ആയിക്കൊണ്ട്, എന്തൊരു ശകുന്തള നമ്മളെ മറ്റേ ശകുന്തളയാണെന്ന് തോന്നുന്നു. ആ ഒരു സിനിമേൻ്റെ ഒരു മൂവി ഇറങ്ങിയായിരുന്നു. എൻ്റെ പൊന്നോ, എന്ത് വെറുപ്പിക്കണ VFX. ഈ ഒരു ടീമിൻ്റെ ഒരു സിനിമ കിട്ടിയാൽ മാത്രം ഇവന്മാർ VFX അത് മാത്രം നോക്കൂല. പൈസ ഇറക്കാനുള്ള മടി കൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. VFX അതിപ്പോൾ വാരിസിലാണെങ്കിൽ പോലും VFX 6 ബോർ സാധനമാണ്. സോ എന്തായാലും ഇതിനും VFX എത്ര കൊണ്ട് പെർഫെക്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല. സോ എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയി. ഇന്ത്യൻ മൂവീസ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇവർക്ക് മാത്രം എന്താണ് ഇവർ നല്ലൊരു ടീമിനെ അപ്പോയിൻറ്റ് ചെയ്യാത്ത? സോ എന്തായാലും നമുക്ക് നോക്കാം. ഒരുപാട് നല്ല VFX സ്റ്റുഡിയോസ് നമ്മളെ ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. സോ എന്തായാലും പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. ആസ് യൂഷ്വൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ജൂലൈ 4 കാണാൻ പോകുന്ന താല്പര്യമുള്ളൂ തീർച്ചയായിട്ടും പോയി കാണുക. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. 2-3 പേർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തു, വേണമെങ്കിൽ അവരൊന്ന് കാണട്ടെ ഇങ്ങനൊരു സിനിമ ഇറങ്ങുവാണെന്ന്. സോ നല്ല വീഡിയോ കാണുന്നുണ്ട്. ബൈ.